ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേട്ടായിയുടെ വീടും അടുത്ത കുറച്ച് വിശേഷങ്ങളുമാണ്. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. ഒരു ഉച്ച സമയമൊക്കെയായി നമ്മൾ വീടെത്തിയപ്പോഴേ. അപ്പോൾ വായോ നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന അവിടെ ചോറിനാണ് ചെയ്തത്. അമ്മി നല്ല മീൻ വറുത്തതും വാഴയ്ക്കാത്തോരനും മീൻ പീരയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുണ്ടായ വാഴയ്ക്ക തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഡൂഡക്കുട്ടൻ ചോറ് തന്നെയാണ്. അച്ചാച്ചൻ ഡൂഡുവിന് വാരി കൊടുക്കുവാണ് ചോറ്. അങ്ങനെ ഡൂഡ് ചോറ് അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നേ. ഭക്ഷണം കഴിഞ്ഞ് പിന്നെ മക്കൾ അവിടെ ഇരുന്ന് കളിക്കുവാണ്. ആ നേരത്ത് നമ്മളൊന്ന് പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ മെയിൻ ആളുകളാണ്. അപ്പോൾ ഇതാ നോക്കുന്നു, എമ്മാനും ഇവിടെ വന്നുള്ള സ്ഥിരം പണി ടയർ മേളിലോട്ടിട്ടും താഴോട്ട് വിടും. നാരായണത്ത് ഭ്രാന്തിൻ്റെ പണിയാണ്. അങ്ങനെ നമ്മൾ പറമ്പിൽ പോയപ്പോൾ നമ്മുടെ റെഡ് ലേഡി പപ്പായ നിറയെ കായ്ച്ചു കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെരിഗേറ്റഡ് പേരയിലാണെങ്കിൽ നിറയെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രോബെറി പേര അതും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നട്ട് വളർത്തി ഇങ്ങനെ കായ്ച്ച കാണും, നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. പിന്നെ നമ്മുടെ പീനട്ട് ബട്ടർ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇഷ്ടം പോലെ കായ ഉണ്ടാവും ഇതിനകത്ത്. നിറയെ പൂക്കളും കായ്ച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നീല കാന്താരിയിൽ ഇതാ കാന്താരി ആയി വരുന്നുണ്ട്. പിന്നെ തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മുടെ കോഴിയമ്മമാർ പറമ്പിൽ നിൽക്കുന്നു കേട്ടോ. അന്നപ്പോൾ മമ്മി കളിപ്പാട്ടങ്ങളൊക്കെ പിറക്കി എടുത്ത് വെക്കുവാണ്. അപ്പം നമ്മൾ പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. അന്നേരത്തേക്കും വലിയ കാറ്റും മഴയും വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ പുറകെ വലിയ മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഓർത്ത് കുറച്ച് മഴ തോരട്ടെ എന്നിട്ട് വരാമെന്നേ. അങ്ങനെ മഴയൊക്കെ ആയപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരാനുള്ള പരിപാടിയില്ല. മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ ഡൂഡ് വരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞ് നല്ല കാലാവസ്ഥയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നേ. എന്ത് ഭംഗിയല്ലേ പ്രകൃതി കാണാൻ. അങ്ങനെ പോരുന്ന വഴി നിറയെ കോടയായിരുന്നേ. പ്രകൃതി കോടയൊക്കെ അണിഞ്ഞ് സുന്ദരിയായി നിൽക്കുവാണെങ്കിൽ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്. ഇങ്ങനെ ഈ സമയത്തുള്ള യാത്ര ഒരു പ്രത്യേക വൈബല്ലേ. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറി കേട്ടോ. ഇതൊരു വെറൈറ്റി ടീ ഷോപ്പാണ്. വൈകുന്നേരം സമയത്ത് ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ടായിരുന്നു കാണാനും. അങ്ങനെ ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിക്കുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ ആണ് ഏറ്റവും സൂപ്പർ. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്പോട്ട് എന്തായാലും ഇഷ്ടപ്പെടുവേ. അങ്ങനെ നമ്മൾ നല്ല ചൂട് പഴംപൊരി വാങ്ങിച്ചു കേട്ടോ. നല്ല അടിപൊളി പഴംപൊരി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പഴംപൊരിയൊക്കെ കഴിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോ ബ്രൂ കോഫിയും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് പ്രത്യേക തണുപ്പും കോഫിയും പഴംപൊരി സൂപ്പർ വൈബ്. കോഫിയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്നു.